ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ആത്മീയ പരിശീലനത്തെക്കുറിച്ചാണ്. ഒരു സ്പിരിച്വൽ പ്രാക്ടീസ്. അത് 1-2 ദിവസം ചെയ്യാനുള്ളതല്ല കേട്ടോ. ഡെയിലി എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതും നമുക്കൊരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ആശ്രമത്തിൽ ഗുരുവിൻ്റെ വളരെ പ്രിയപ്പെട്ടതും ശിഷ്യന്മാരിൽ ചീഫും വളരെ പ്രധാനിയുമായിട്ടുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ശിഷ്യനായിരുന്നു രാമകൃഷ്ണാനന്ദൻ. ഗുരു മറ്റ് ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്നതും രാമകൃഷ്ണനെ മാതൃകയാക്കണം എന്നതാണ് ഉപദേശിക്കുന്നത്. അത്രയ്ക്കും പ്രചോദനാത്മകമായിട്ടുള്ള, അത്രയ്ക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്വഭാവ രീതിയായിരുന്നു രാമകൃഷ്ണൻ്റേത്. ഒരു ദിവസം രാവിലെ പതിവ് പോലെ രാമകൃഷ്ണൻ പതിവ് വ്യായാമങ്ങൾക്കും ധ്യാനത്തിനും ഒക്കെ ആയിട്ട് മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ശിഷ്യന്മാർ ആശ്രമവും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നത് കണ്ടു. അന്നേരം അദ്ദേഹം ഓടിപ്പോയി അവിടെ ഇരുന്ന ചൂലെടുത്തുകൊണ്ട് വന്ന് അവരോടൊപ്പം കൂടി അത് കുറേ ജോലികൾ അദ്ദേഹം ചെയ്തു. അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കുറേ ജോലികൾ അവർക്ക് കുറച്ച് സഹായമൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പതിവ് കാര്യങ്ങളിലേക്ക് പോയി. അപ്പോൾ ഒന്ന് ഓർക്കുക, അദ്ദേഹത്തെ പോലെ ഇത്രയും പ്രധാനിയായ ഒരു ശിഷ്യൻ, ഇത്രയും ഒരു മഹാനായ ഒരു ശിഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിട്ടുള്ള ശിഷ്യന്മാർ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നതല്ല, ഒരിക്കലും അങ്ങോട്ട് സഹായം ചോദിച്ചിട്ടുമില്ല. പക്ഷെ രാമകൃഷ്ണൻ എന്താണ് ചിന്തിച്ചത്? രാമകൃഷ്ണൻ വിചാരിച്ചു, ഇവരെന്തിനിത് ചെയ്യുന്നു? അവരെ മനസ്സിലാക്കി അവരോടൊപ്പം കൂടി അവരിൽ ഒരാളായി മാറുമായിരുന്നു. ഇതാണ് അൺസ്പോക്കൺ എയ്ഡ്, ചോദിക്കാതെ നൽകുന്ന സഹായം. ഓക്കെ, ഇതാണ് നമ്മളും നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം. അത് നമ്മുടെ വീട്ടിലായിരുന്നാലും ശരി, നമ്മുടെ സൊസൈറ്റിയിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ശരി, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും, നമ്മുടെ ഏതെങ്കിലും ഫാമിലി മെമ്പർ ഒരുപാട് ക്ഷീണിപ്പിക്കുന്ന, ഒത്തിരി ടയർസമായിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാം, എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടു കൊടുക്കാം സ്നേഹത്തോടെ. ഇപ്പം അയാൾ ജോലി ചെയ്യുന്ന ആൾ നമ്മളോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും വെള്ളം കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ച് ചെയ്യുന്നത് നമ്മൾ ചെയ്യും. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷെ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്ത് കൊടുക്കുന്നതെങ്കിൽ പോലും ഇറ്റ് മാറ്റേഴ്സ്. അത് ആ സ്വീകരിക്കുന്ന ആളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അയാളുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വേറെയാണ്. അത് കൊടുക്കുന്ന ആളുടെ ക്വാളിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, ക്വാളിറ്റി ഓഫ് ലവ്, സ്നേഹിക്കാനുള്ള കഴിവ്, ക്വാളിറ്റി ഓഫ് കമ്പാഷൻ, ദയവ്, ക്വാളിറ്റി ഓഫ് ജനറോസിറ്റി, അയാളുടെ മഹത്തായ മനസ്സ്, ഇതെല്ലാമാണ് അവിടെ വ്യക്തമാകുന്നത്. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. ഒരാൾ ചോദിച്ച് നമ്മൾ ഒരു സഹായം കൊടുക്കുന്നതും നമ്മൾ അറിഞ്ഞു കൊടുക്കുന്നതും തമ്മിലുള്ള ആ ഡിഫറൻസ് അവിടെയാണ്. ഓക്കെ, അപ്പം പക്ഷെ ഇത് നമ്മൾ സന്തോഷത്തോടെ വേണം ചെയ്യാൻ. നമ്മളിത് കൊടുക്കുമ്പോൾ അയാളുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷവും നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സംതൃപ്തി, അതാണിവിടെ പോയിന്റ്. നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്? ഹാപ്പിനെസ് വി കാൺ ടച്ച് ഓർ സീ, അല്ലേ? ഇറ്റ്സ് ഇൻവിസിബിൾ, ഇറ്റ്സ് ആൻ ഇമോഷൻ. അതൊരു ഇമോഷനാണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അതൊരിക്കലും ചുമ്മാ വരില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് നമുക്കത് നേടിയെടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഇതിൽ എന്ത് സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ഷനാണ്? ഓഫ് കോഴ്സ് ഇറ്റ്സ് എ സ്പിരിച്വൽ പ്രാക്ടീസ്. ഇപ്പം മെഡിറ്റേഷൻ, പൂജ, ഭജന, അത് മാത്രമല്ല സ്പിരിച്വൽ പ്രാക്ടീസ്. നമ്മൾ ഹൃദയം കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യുന്ന എന്തും, ഇറ്റ് ഈസ് വാട്ട് വി ആർ ഗിവിങ് അതേഴ്സ്. ഇറ്റ് ഈസ് വാട്ട് വി ആർ ഗിവിങ് അതേഴ്സ് ടു മേക്ക് ദം ഫീൽ ഹാപ്പി. മറ്റുള്ളവരെ സന്തോഷമായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ, അതൊരു ചെറിയ ഹെൽപ്പായാലും വലിയ ഹെൽപ്പായാലും മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതെല്ലാം സ്പിരിച്വൽ പ്രാക്ടീസാണ്. നമ്മുടെ മനസ്സിലാണ് ദൈവം ഇരിക്കുന്നത്, അല്ലേ? നമ്മുടെ പ്രവൃത്തിയാണ് ഈശ്വരൻ, നമ്മുടെ മനസ്സാണ് ഈശ്വരൻ. സോ ഇറ്റ്സ് എ സ്പിരിച്വൽ പ്രാക്ടീസ്. അപ്പോൾ അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ പറ്റിയില്ല. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുകൊണ്ട് ലൈഫിലൊരു ചേഞ്ച് വരുത്താൻ കഴിയുന്നുവെങ്കിൽ അതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. ഞാൻ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റേതായ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസും എനിക്ക് ലൈഫിൻ്റെ പല ഘട്ടങ്ങളിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇത് ഷെയർ ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡു ഇറ്റ്.
ഡെയിലി യു വിൽ സീ ദ ചേഞ്ച്. ഐ എം ഡാം ഷുർ. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. അടുത്ത വീഡിയോ കാണാം.